കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഏപ്രിൽ 5-ന് ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുറത്തിറക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. അതേസമയം ഏപ്രിൽ 6-ന് കോൺഗ്രസ് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത 2 മഹാറാലികളും സംഘടിപ്പിക്കുന്നുണ്ട്. ജയ്പൂരിലും ഹൈദരാബാദിലും കോൺഗ്രസ് റാലികൾ സംഘടിപ്പിക്കുകയാണ്. ജയ്പൂരിലെ റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കുകയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. വലിയ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാവുമെന്നാണ് സൂചന. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈദരാബാദിൽ പ്രകടന പത്രിക പുറത്തിറക്കുന്ന മെഗാ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്ന് KC വേണുഗോപാൽ പറയുന്നുണ്ട്. ചോദിഷ്ടമായ രാഷ്ട്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. വികസന കാഴ്ചപ്പാടാണ് ഇത്തവണയും ഞങ്ങൾ ജനങ്ങൾക്കായി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ 5 വാഗ്ദാനങ്ങൾ വീതം കർഷകർക്കും സ്ത്രീകൾക്കുമായി കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. അതിൽ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ ചില ഉറപ്പുകളും കോൺഗ്രസ് നൽകിയിരുന്നു. രാജ്യത്താകെ 8 കോടി ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സൂചിപ്പിക്കുന്നത്. ഘർ ഘർ ഗ്യാരണ്ടി ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയത്. ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ ഇമെയിൽ വഴിയും ഞങ്ങളുടെ ആവാസ് ഭാരത് കി വെബ്സൈറ്റ് വഴിയും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ശബ്ദത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. കർഷകർക്ക് അനുകൂലമല്ലാത്ത കേന്ദ്ര നിയമങ്ങൾ മാറ്റുമെന്നും ദുരുപയോഗം തടയുമെന്നും കോൺഗ്രസ് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഭാരതീയ ന്യായ് സംഹിത അടക്കമുള്ള നിയമങ്ങൾ റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു. കിസാൻ ന്യായ് നേരത്തെ തന്നെ കോൺഗ്രസ് പുറത്തിറക്കിയതാണ്. ഇതിൽ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. നിയമപ്രകാരം താങ്ങുവില നൽകണമെന്ന് നിയമത്തിൽ കൊണ്ടുവരുമെന്നുമായിരുന്നു വാഗ്ദാനം. യുവാക്കൾക്ക് അതുപോലെ നിശ്ചിത വരുമാനമായും സ്ത്രീകൾ നാരി ന്യായ് പദ്ധതിയും തൊഴിലാളികൾക്കായി ശ്രമിക് ന്യായ് പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ആദിവാസികൾക്കായി ആദിവാസി സങ്കല്പവും ഇതോടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ OBC-കൾക്ക് സംവരണം നൽകുന്ന പ്രഖ്യാപനമെല്ലാം പുതിയ പ്രകടന പത്രികയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഡൽഹി രാംലീല മൈതാനത്തെ മഹാറാലി മാറി. ഡൽഹി മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ലോകതന്ത്ര ബച്ചാവോ റാലിയിലേക്ക് 10,000-കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. നേരത്തെ പട്ന, മുംബൈ എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലി നടന്നിരുന്നെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത റാലിയായിരുന്നു രാംലീല മൈതാനിയിലേത്. അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ലാത്ത പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, നിലവിലെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാംലീല മൈതാനത്ത് എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ ED ഉപയോഗിച്ച് വേട്ടയാടുന്ന BJP നയത്തിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് നേതാക്കൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രിയെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ക്രിക്കറ്റിൽ മാച്ച് ഫിക്സിംഗ് നടത്തുന്നതുപോലെ തെരഞ്ഞെടുപ്പിലും മാച്ച് ഫിക്സിംഗ് നടത്തി വിജയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-യും ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. നേതാക്കൾ എല്ലാവരും തന്നെ റാലിയിൽ വെച്ച് മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്.